ഹായ്, എല്ലാ കൂട്ടുകാർക്കും M4 ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കേരള PSC എക്സാമിൽ മുൻ വർഷങ്ങളിൽ ചോദിച്ചതും ഇനി ചോദിക്കാൻ സാധ്യത കൂടിയതുമായ വളരെ പ്രധാനപ്പെട്ട 500 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. നിങ്ങൾ ഗവൺമെൻറ് ജോബിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുവെങ്കിൽ ഈ വീഡിയോ മിസ് ചെയ്യാതെ തന്നെ കാണുക. അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നിങ്ങൾ ആദ്യമായാണ് M4 ക്യൂസ് ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ആദ്യ ഏഷ്യക്കാരൻ ആരാണ്? ഉത്തരം അമർത്യ സെൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ച വർഷം ഏതാണ്? ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ച വർഷം ഏതാണ്? ഉത്തരം 1919. അടുത്ത ക്വസ്റ്റ്യൻ, അഭയ്ഘട്ട് ആരുടെ അന്ത്യവിശ്രമ സ്ഥലമാണ്? അഭയ്ഘട്ട് ആരുടെ അന്ത്യവിശ്രമ സ്ഥലമാണ്? ഉത്തരം മൊറാർജി ദേശായി. അടുത്ത ക്വസ്റ്റ്യൻ, ഫിലിപ്പീൻസിൽ 6 PM ആകുമ്പോൾ അതിന് 150 ഡിഗ്രി പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന പനാമ കനാലിൽ സമയം എന്തായിരിക്കും? ഉത്തരം 6 AM. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ യൂറോപ്യന്മാരുടെ അല്ലെങ്കിൽ പോർച്ചുഗീസുകാരുടെ ആദ്യത്തെ കോട്ട ഏതാണ്? ഉത്തരം മാനുവൽ കോട്ട. ബാലവേല നിരോധിച്ചിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് ഏതാണ്? ഉത്തരം 24-ാം വകുപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, ജലത്തിനടിയിൽ ശബ്ദം അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ജലത്തിനടിയിൽ ശബ്ദം അളക്കുന്ന ഉപകരണം. ഉത്തരം ഹൈഡ്രോഫോൺ. അടുത്ത ക്വസ്റ്റ്യൻ, ഗോപുരനടയിൽ ആരെഴുതിയ നാടകമാണ്? ഗോപുരനടയിൽ എന്നത് ആരെഴുതിയ നാടകമാണ്? ഉത്തരം MD വാസുദേവൻ നായർ. അടുത്ത ക്വസ്റ്റ്യൻ, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് അയച്ച ആദ്യ സ്വകാര്യ ബഹിരാകാശ പേടകം ഏതാണ്? ഉത്തരം ഡ്രാഗൺ. സുനാമിയെ തുടർന്ന് പൊട്ടിത്തെറിച്ച ജപ്പാനിലെ ആണവ നിലയം ഏതാണ്? ഉത്തരം ഫുകുഷിമ. ഇന്ത്യൻ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഉത്തരം D. ഉദയകുമാർ. രാജ്യത്തെ ആദ്യത്തെ പ്ലാസ്റ്റിക് മാലിന്യമുക്ത ജില്ല ഏതാണ്? ആദ്യത്തെ പ്ലാസ്റ്റിക് മാലിന്യമുക്ത ജില്ല ഏതാണ്? ഉത്തരം കോഴിക്കോട്. അടുത്ത ക്വസ്റ്റ്യൻ, തിരുക്കൊച്ചി രൂപം കൊണ്ട വർഷം ഏതാണ്? തിരുക്കൊച്ചി രൂപം കൊണ്ട വർഷം ഏതാണ്? ഉത്തരം 1949. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കൽ സ്വാതന്ത്ര്യം അനുവദിക്കുന്നതിനുള്ള സമരത്തിന് നേതൃത്വം നൽകിയതാരാണ്? ഉത്തരം വൈകുണ്ഠ സ്വാമികൾ. വേദങ്ങളിലേക്ക് മടങ്ങിപ്പോകുക ഏത് സംഘടനയുടെ അടിസ്ഥാന തത്വം ആയിരുന്നു? വേദങ്ങളിലേക്ക് മടങ്ങിപ്പോകുക എന്നത്. ഉത്തരം ആര്യ സമാജം. അഭിനവ് ഭാരത് എന്ന വിപ്ലവ സംഘടന ആരംഭിച്ചത് ആരാണ്? അഭിനവ് ഭാരത് എന്ന വിപ്ലവ സംഘടന ആരംഭിച്ചത് ആരാണ്? ഉത്തരം VD സവർക്കർ. വിദ്യാധിരാജൻ എന്ന നാമധേയം സ്വീകരിച്ചത് ആരാണ്? വിദ്യാധിരാജൻ എന്ന നാമധേയം സ്വീകരിച്ചത് ആരാണ്? ഉത്തരം ശ്രീ ചട്ടമ്പി സ്വാമികൾ.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിരുന്ന മലയാളി ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിരുന്ന മലയാളി ആരാണ്? ഉത്തരം സി ശങ്കരൻ നായർ. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? ഉത്തരം അൽമേഡ. ശ്രീനാരായണ ഗുരു സമാധിയായ വർഷം ഏതാണ്? ശ്രീനാരായണ ഗുരു സമാധിയായ വർഷം ഏതാണ്? ഉത്തരം 1928. ലോക മിതവ്യയ ദിനം എന്നാണ്? ലോക മിതവ്യയ ദിനം എന്നാണ്? ഉത്തരം ഒക്ടോബർ 30. 2014 ലോകകപ്പ് ഫുട്ബോളിൻ്റെ വേദി എവിടെയായിരുന്നു? 2014 ലോകകപ്പ് ഫുട്ബോളിൻ്റെ വേദി എവിടെയായിരുന്നു? ഉത്തരം ബ്രസീൽ. ക്യൂരിയോസിറ്റി ഇറങ്ങിയ ചൊവ്വയിലെ ഗർത്തം അറിയപ്പെടുന്നത് എന്ത്? ക്യൂരിയോസിറ്റി ഇറങ്ങിയ ചൊവ്വയിലെ ഗർത്തം അറിയപ്പെടുന്നത് എന്ത്? ഉത്തരം ഗേൽ ക്രേറ്റർ. ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഇന്ത്യയിൽ എവിടെയാണ് സ്ഥാപിതമായത്? ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല. ഉത്തരം ജംഷഡ്പൂർ. ജ്ഞാനികളുടെ ആചാര്യൻ എന്നറിയപ്പെടുന്ന ഗ്രീക്ക് തത്വചിന്തകൻ ആരാണ്? ജ്ഞാനികളുടെ ആചാര്യൻ എന്നറിയപ്പെടുന്ന ഗ്രീക്ക് തത്വചിന്തകൻ ആരാണ്? ഉത്തരം അരിസ്റ്റോട്ടിൽ. നിയമങ്ങളുടെ അന്തഃസത്ത എന്ന പുസ്തകം എഴുതിയത് ആരാണ്? നിയമങ്ങളുടെ അന്തഃസത്ത എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഉത്തരം മൊണ്ടസ്ക്യൂ. ഡയമണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഏതാണ്? ഡയമണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഏതാണ്? ഉത്തരം മധ്യപ്രദേശ്. സമ്മതിദായകരുടെ ദേശീയ ദിനം എന്നാണ്? സമ്മതിദായകരുടെ ദേശീയ ദിനം എന്നാണ്? ഉത്തരം ജനുവരി 25. സൗത്ത് കരോലൈനയുടെ ഗവർണറായി സ്ഥാനമേറ്റ ഇന്ത്യൻ വംശജ ആരാണ്? ഉത്തരം നിക്കി ഹാലി. റഡാറിൽ ദൃശ്യമാകാത്ത വിധത്തിലുള്ള ചൈനയുടെ യുദ്ധവിമാനം ഏതാണ്? റഡാറിൽ ദൃശ്യമാകാത്ത വിധത്തിലുള്ള ചൈനയുടെ യുദ്ധവിമാനം. ഉത്തരം J-20. 34ാം ദേശീയ ഗെയിംസിന് ദീപം തെളിയിച്ചത് ആരാണ്? 34ാം ദേശീയ ഗെയിംസിന് ദീപം തെളിയിച്ചത് ആരാണ്? ഉത്തരം ദീപിക കുമാരി. സമ്പത്തിനെ പറ്റിയുള്ള പഠനശാഖ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സമ്പത്തിനെ പറ്റിയുള്ള പഠനശാഖ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം അഫ്നോളജി. സൗദി അറേബ്യയിലേക്ക് പലായനം ചെയ്ത് ട്യൂണീഷ്യൻ പ്രസിഡന്റ് ആരാണ്? സൗദി അറേബ്യയിലേക്ക് പലായനം ചെയ്ത ട്യൂണീഷ്യൻ പ്രസിഡന്റ് ആരാണ്? ഉത്തരം ബെൻ അലി. ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിന് 2014 ആതിഥ്യം വഹിച്ച രാജ്യം ഏതാണ്? ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിന് 2014 ആതിഥ്യം വഹിച്ച രാജ്യം ഉത്തരം ബ്രസീൽ. ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവ് ആരാണ്? ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവ് ആരാണ്? ഉത്തരം ആൽബർട്ട് ഹോവാർഡ്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം ഏത് രാജ്യക്കാരുടെ സംഭാവനയാണ്? ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം ഏത് രാജ്യക്കാരുടെ സംഭാവനയാണ്? ഉത്തരം ഡച്ചുകാർ. മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഉത്തരം മാസ്റ്റർ റാൽഫിച്ച്.
വാസ്കോ ഡ ഗാമ മൂന്നാം തവണ കേരളത്തിൽ വന്നത് ഏത് വർഷമാണ്? വാസ്കോ ഡ ഗാമ മൂന്നാം തവണ കേരളത്തിൽ വന്നത് ഏത് വർഷമാണ്? ഉത്തരം 1524. ചട്ടമ്പി സ്വാമികളുടെ കുട്ടിക്കാലത്തെ പേര് എന്തായിരുന്നു? ചട്ടമ്പി സ്വാമികളുടെ കുട്ടിക്കാലത്തെ പേര് എന്തായിരുന്നു? ഉത്തരം കുഞ്ഞൻ പിള്ള. സ്വദേശാഭിമാനി പത്രം ആരുടെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു? സ്വദേശാഭിമാനി പത്രം ആരുടെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു? ഉത്തരം വക്കം അബ്ദുൽ ഖാദർ മൗലവി. റോമൻ ദേവതയായ വീനസിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? റോമൻ ദേവതയായ വീനസിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ഉത്തരം ശുക്രൻ. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യൻ്റെ നട്ടെല്ലിലെ കശേരുക്കളുടെ എണ്ണം എത്രയാണ്? മനുഷ്യൻ്റെ നട്ടെല്ലിലെ കശേരുക്കളുടെ എണ്ണം എത്രയാണ്? ഉത്തരം 33. അടുത്ത ക്വസ്റ്റ്യൻ, അരിയുടെ തവിടിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഏതാണ്? അരിയുടെ തവിടിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഏത്? ഉത്തരം വിറ്റാമിൻ ബി. ഇന്ത്യ സ്വന്തമായി നിർമ്മിച്ച ലഘുഭാര പോർ വിമാനം ഏതാണ്? ഇന്ത്യ സ്വന്തമായി നിർമ്മിച്ച ലഘുഭാര പോർ വിമാനം ഏതാണ്? ഉത്തരം തേജസ്. ചൈനീസ് പൊട്ടറ്റോ എന്നറിയപ്പെടുന്ന കാർഷിക വിള ഏതാണ്? ചൈനീസ് പൊട്ടറ്റോ എന്നറിയപ്പെടുന്ന കാർഷിക വിള ഏതാണ്? ഉത്തരം കൂർക്ക. ഇന്ത്യയിൽ നിന്ന് ഏത് വിദേശ പട്ടണത്തിലേക്കാണ് ആദ്യമായി ISD ഫോൺ ലഭ്യമായത്? ഉത്തരം ലണ്ടൻ. അടുത്ത ക്വസ്റ്റ്യൻ, HIV വൈറസ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? HIV വൈറസ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ലൂക്ക് മൊണ്ടച്നിയർ. ഞള്ളാനി ഏത് വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഞള്ളാനി ഏത് വിളയുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഏലം. വല്ലാർപാടം ടെർമിനലിൻ്റെ നടത്തിപ്പ് ചുമതല ആരാണ് നിർവഹിക്കുന്നത്? വല്ലാർപാടം ടെർമിനലിൻ്റെ നടത്തിപ്പ് ചുമതല വഹിക്കുന്നത് ആരാണ്? ഉത്തരം ദുബായ് പോർട്ട് വേൾഡ്. അന്താരാഷ്ട്ര വനവർഷം എന്നാണ്? അന്താരാഷ്ട്ര വനവർഷം എന്നാണ്? ഉത്തരം 2021. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആരുടെ ജന്മദിനമാണ് ദേശീയോദ്ഗ്രന്ഥ ദിനമായി ആചരിക്കുന്നത്? ഇന്ത്യയിൽ ആരുടെ ജന്മദിനമാണ് ദേശീയോദ്ഗ്രന്ഥ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം ഇന്ദിരാഗാന്ധി. ലോക പൈതൃക പട്ടിക തയ്യാറാക്കുന്ന UNAയുടെ ഏജൻസി ഏതാണ്? ലോക പൈതൃക പട്ടിക തയ്യാറാക്കുന്ന UNAയുടെ ഏജൻസി ഏത്? ഉത്തരം യുനെസ്കോ. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട വർഷം ഏത്? ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട വർഷം ഏത്? ഉത്തരം 1857. ലോങ് വാക്ക് ടു ഫ്രീഡം ആരുടെ ആത്മകഥയാണ്? ലോങ് വാക്ക് ടു ഫ്രീഡം ആരുടെ ആത്മകഥയാണ്? ഉത്തരം നെൽസൺ മണ്ടേല. പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ദേശീയ നേതാവ് ആരാണ്? പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ദേശീയ നേതാവ് ആരാണ്? ഉത്തരം ലാല ലജ്പത് റായ്. കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യുത നിലയം ഏത്? കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യുത നിലയം ഏത്? ഉത്തരം കായംകുളം.
സുനാമി ബാധിത നാശനഷ്ടം നടന്ന ഇന്തോനേഷ്യയിൽ നടത്തിയ രക്ഷാപ്രവർത്തനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഓപ്പറേഷൻ ഗംഭീർ. നാം അധിവസിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? നാം ഇപ്പോൾ അധിവസിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? ഉത്തരം ട്രോപ്പോസ്ഫിയർ. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ദക്ഷിണ ഭഗീരഥി എന്ന നദി ഏതാണ്? ഉത്തരം പമ്പ. ഇന്ത്യയുടെ ചൊവ്വ ദൗത്യം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഇന്ത്യയുടെ ചൊവ്വ ദൗത്യം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം മംഗൾയാൻ. കടലിലെ ദൂരം അളക്കുന്നതിനുള്ള യൂണിറ്റ് ഏതാണ്? കടലിലെ ദൂരം അളക്കുന്നതിനുള്ള യൂണിറ്റ് ഏതാണ്? ഉത്തരം നോട്ടിക് മൈൽ. പ്ലാറ്റിനം ജൂബിലി എത്ര വർഷമാണ്? പ്ലാറ്റിനം ജൂബിലി എന്നത് എത്ര വർഷമാണ്? ഉത്തരം 75. കേരള നിയമസഭാംഗമായ ആദ്യത്തെ IAS ഓഫീസർ ആരാണ്? കേരള നിയമസഭാംഗമായ ആദ്യത്തെ IAS ഓഫീസർ ഉത്തരം അൽഫോൺസ് കണ്ണന്താനം. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭരണ സുതാര്യത ഉറപ്പുവരുത്തുന്ന നിയമം ഏതാണ്? ഉത്തരം വിവരാവകാശ നിയമം. CNN ഏത് രാജ്യത്തിൻ്റെ TV ചാനൽ ആണ്? CNN എന്നത് ഏത് രാജ്യത്തിൻ്റെ ചാനലാണ്? ഉത്തരം USA. ഭാരതരത്നം ലഭിച്ച ഏക ഇന്ത്യൻ കായിക താരം ആരാണ്? ഭാരതരത്നം ലഭിച്ച ഏക ഇന്ത്യൻ കായിക താരം ആര്? ഉത്തരം സച്ചിൻ ടെണ്ടുൽക്കർ. കൂടംകുളം ആണവ നിലയം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? കൂടംകുളം ആണവ നിലയം ഏത് സംസ്ഥാനത്താണ്? ഉത്തരം തമിഴ്നാട്. ഭൗമദിനം എന്നാണ്? ഭൗമദിനം എന്നാണ്? ഉത്തരം ഏപ്രിൽ 22. ബുക്കർ സമ്മാനം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വനിത ആരാണ്? ബുക്കർ സമ്മാനം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വനിത ആരാണ്? ഉത്തരം എലീനർ കാറ്റൺ. കേരള നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് ആര്? കേരള നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ശ്രീനാരായണ ഗുരു. 2G സ്പെക്ട്രം അഴിമതി അന്വേഷിക്കുന്ന ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? ഉത്തരം PC ചാക്കോ. ഇന്ത്യൻ രൂപയ്ക്ക് പുതിയ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഇന്ത്യൻ രൂപയ്ക്ക് പുതിയ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഉത്തരം D ഉദയകുമാർ. കേരള മലയാള സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ ആരാണ്? കേരള മലയാള സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ ആരാണ്? ഉത്തരം K ജയകുമാർ. 2013 സാഹിത്യത്തിനുള്ള സമഗ്ര സംഭാവന പരിഗണിച്ച് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച മലയാള സാഹിത്യകാരൻ ആരാണ്? ഉത്തരം MD വാസുദേവൻ നായർ. രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? ഉത്തരം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. 86ാമത് ഓസ്കാർ പുരസ്കാരം നേടിയ ചലച്ചിത്രം ഏതാണ്? 86ാമത് ഓസ്കാർ പുരസ്കാരം നേടിയ ചലച്ചിത്രം ഉത്തരം
12 years a slave. എത്ര ലോകസഭാ മണ്ഡലങ്ങളുണ്ട്? എത്ര ലോകസഭാ മണ്ഡലങ്ങളുണ്ട്? ഉത്തരം 20. ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം സമുദ്രഗുപ്തൻ. ഇന്ത്യയുടെ ആദ്യ സമ്പൂർണ്ണ വിദ്യാഭ്യാസ ഉപഗ്രഹം ഏതാണ്? ഇന്ത്യയുടെ ആദ്യ സമ്പൂർണ്ണ വിദ്യാഭ്യാസ ഉപഗ്രഹം ഏത്? ഉത്തരം എഡ്യൂസാറ്റ്. ഇന്ത്യയുടെ വിദേശ രഹസ്യാന്വേഷണ ഏജൻസി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇന്ത്യയുടെ വിദേശ രഹസ്യാന്വേഷണ ഏജൻസി ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം റോ. 1966 ഇന്ത്യയും പാകിസ്ഥാനും ഒപ്പുവെച്ച സമാധാന കരാർ ഏതാണ്? 1966 ഇന്ത്യയും പാകിസ്ഥാനും ഒപ്പുവെച്ച സമാധാന കരാർ. ഉത്തരം താഷ്കൻഡ് കരാർ. ചേരിചേരികളിൽ ജീവിക്കുന്ന ദരിദ്രരേഖയ്ക്ക് താഴെയുള്ളവർക്ക് വീട് വയ്ക്കുന്നതിനും സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള പദ്ധതി ഏതാണ്? ഉത്തരം വാൽമീകി അംബേദ്കർ ആവാസ് യോജന. അടുത്ത ക്വസ്റ്റ്യൻ, ലോക നാളികേര ദിനം എന്ന്? ലോക നാളികേര ദിനം എന്നാണ്. ഉത്തരം സെപ്റ്റംബർ 2. മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അവയുടെ മികവിന് സർക്കാർ നൽകുന്ന ബഹുമതി ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം സ്വരാജ് ട്രോഫി. നാട്യശാസ്ത്രത്തിൻ്റെ കർത്താവ് ആരാണ്? നാട്യശാസ്ത്രത്തിൻ്റെ കർത്താവ് ആരാണ്? ഉത്തരം ഭരതമുനി. മകമേഘങ്ങൾ എന്നറിയപ്പെടുന്ന മേഘം ഏത്? മകമേഘങ്ങൾ എന്നറിയപ്പെടുന്ന മേഘം ഏതാണ്? ഉത്തരം നിംബസ്. ഭൂകമ്പങ്ങളെക്കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഭൂകമ്പങ്ങളെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം സീസ്മോളജി. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പ്രസിദ്ധമായ ഗ്രന്ഥം എഴുതിയത് ആരാണ്? ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പ്രസിദ്ധമായ ഗ്രന്ഥം രചിച്ചതാര്? ഉത്തരം നെഹ്റു. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ തയ്യാറാക്കിയത് ആരാണ്? ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ തയ്യാറാക്കിയത് ആര്? ഉത്തരം സിറിൽ റാഡ്ക്ലിഫ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം മിശ്ര സമ്പദ് വ്യവസ്ഥ. കണ്ണീരും കിനാവും എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? കണ്ണീരും കിനാവും എന്ന കൃതിയുടെ കർത്താവ് ആര്? ഉത്തരം VT ഭട്ടതിരിപ്പാട്. ഒറ്റക്കണ്ണൻ പോക്കർ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ഒറ്റക്കണ്ണൻ പോക്കർ എന്നത് ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ഉത്തരം മുച്ചീട്ട് കളിക്കാരൻ്റെ മക്കൾ. ആനന്ദിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ്? ആനന്ദിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ്? ഉത്തരം മരുഭൂമികൾ ഉണ്ടാകുന്നത്. കേരളത്തിൽ ഇൽമനൈറ്റിൻ്റെയും മോണോസൈറ്റിൻ്റെയും നിക്ഷേപം ഏറ്റവും കൂടുതലായി കാണുന്ന ജില്ല ഏതാണ്? ഉത്തരം കൊല്ലം. അന്തരീക്ഷത്തിലെ താഴ്ന്ന വിതാനങ്ങളിൽ ചാരനിറത്തിലും കറുപ്പ് നിറത്തിലും കാണുന്ന മകമേഘങ്ങളെ പറയുന്ന പേര് എന്താണ്? ഉത്തരം നിംബസ്. ഫത്തേപൂർ സിക്രി എന്ന തലസ്ഥാന നഗരം സൃഷ്ടിച്ച മുഗൾ ചക്രവർത്തി ആരാണ്? ഫത്തേപൂർ സിക്രി.
ഉത്തരം അക്ബർ. ഭൂമിയെ സംരക്ഷിക്കുന്ന ഓസോൺ പാളി അന്തരീക്ഷത്തിലെ ഏത് മണ്ഡലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം സ്ട്രാറ്റോസ്ഫിയർ. ഇറാം ചാനു ഷാർമിള എന്ന മനുഷ്യാവകാശ പ്രവർത്തക പട്ടാളത്തിൻ്റെ പ്രത്യേക അധികാരത്തിനെതിരെ ഏത് സംസ്ഥാനത്തിലാണ് സമരം നടത്തുന്നത്? ഉത്തരം മണിപ്പൂർ. ഐക്യരാഷ്ട്രസഭ കുട്ടികളുടെ അവകാശങ്ങൾ അംഗീകരിക്കുകയും കുട്ടികളുടെ അവകാശ പ്രഖ്യാപനം നടത്തുകയും ചെയ്ത വർഷം ഏതാണ്? ഉത്തരം 1989. വ്യവസായ മലിനീകരണത്തിൻ്റെ ഫലമായുണ്ടായ മാർജാര നൃത്തരോഗം ആദ്യമായി കാണപ്പെട്ട രാജ്യം ഏതാണ്? ഉത്തരം ജപ്പാൻ. അടുത്ത ക്വസ്റ്റ്യൻ, കർണാടകയിൽ ആഭ്യന്തര പദവിയിലെത്തിയ ആദ്യ മലയാളി ആരാണ്? കർണാടകയിൽ ആഭ്യന്തര പദവിയിലെത്തിയ ആദ്യ മലയാളി ആരാണ്? ഉത്തരം കെ ജോർജ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ FM സ്റ്റേഷൻ ഏതാണ്? ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ FM സ്റ്റേഷൻ ഏതാണ്? ഉത്തരം റേഡിയോ സിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആരോഗ്യ അദാലത്ത് സംഘടിപ്പിച്ച ആദ്യ സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ആരോഗ്യ അദാലത്ത് സംഘടിപ്പിച്ച ആദ്യ സംസ്ഥാനം ഏത്? ഉത്തരം കർണാടക. ഇന്ത്യയിലെ IT നഗരം ഏതാണ്? ഇന്ത്യയിലെ IT നഗരം ഏതാണ്? ഉത്തരം ബാംഗ്ലൂർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കുംഭഗോപുരം ഏത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കുംഭഗോപുരം ഏത്? ഉത്തരം ബീജാപൂരിലെ ഗോൾ ഗുംബസ്. ഗോവയുടെ തലസ്ഥാനം ഏത്? ഗോവയുടെ തലസ്ഥാനം ഏതാണ്? ഉത്തരം പാനാജി. ഗോവയുടെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏത്? ഗോവയുടെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഉത്തരം മണ്ഡോവി. സർക്കാർ ഓഫീസുകളിൽ ഇമെയിൽ ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? സർക്കാർ ഓഫീസുകളിൽ ഇമെയിൽ ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? ഉത്തരം ഗോവ. കടൽത്തീരം ഏറ്റവും കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കടൽത്തീരം ഏറ്റവും കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം ഗോവ. ഗോവ അധികാര പദവിയിലുള്ള ഹൈക്കോടതി ഏതാണ്? ഗോവ അധികാര പദവിയിലുള്ള ഹൈക്കോടതി ഏതാണ്? ഉത്തരം മുംബൈ. സ്വന്തമായി പതാകയുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? സ്വന്തമായി പതാകയുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം ജമ്മു കാശ്മീർ. കാശ്മീരിലെ ഔദ്യോഗിക ഭാഷ ഏതാണ്? കാശ്മീരിലെ ഔദ്യോഗിക ഭാഷ ഏതാണ്? ഉത്തരം ഉറുദു. ഗാന്ധിജിയുടെ ജന്മസ്ഥലം എവിടെയാണ്? ഗാന്ധിജിയുടെ ജന്മസ്ഥലം എവിടെയാണ്? ഉത്തരം പോർബന്ദർ. ബീഹാറിലെ പ്രധാന ബുദ്ധമത സ്തൂപം ഏത്? ബീഹാറിലെ പ്രധാന ബുദ്ധമത സ്തൂപം ഏതാണ്? ഉത്തരം കേസരിയ സ്തൂപം. ടാറ്റ നാനോ കാറിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ടാറ്റ നാനോ കാറിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം സാനന്ദ്.
സോമനാഥ ക്ഷേത്രം, അക്ഷാർധാം ക്ഷേത്രം എന്നിവ സ്ഥിതി ചെയ്യുന്നത് എവിടെ? സോമനാഥ ക്ഷേത്രവും അക്ഷാർധാം ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്ത്. ഉത്തരം ഗുജറാത്ത്. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം ഗുജറാത്ത്. സർദാർ പട്ടേലിൻ്റെ ജന്മസ്ഥലം എവിടെയാണ്? സർദാർ പട്ടേലിൻ്റെ ജന്മസ്ഥലം എവിടെയാണ്? ഉത്തരം അഹമ്മദാബാദ്. ദ്വാരക സ്ഥിതി ചെയ്യുന്നത് എവിടെ? ദ്വാരക സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം ഗുജറാത്ത്. ഥാർ മരുഭൂമി പ്രധാനമായും ഏത് സംസ്ഥാനത്താണ്? ഥാർ മരുഭൂമി പ്രധാനമായും ഏത് സംസ്ഥാനത്താണ്? ഉത്തരം രാജസ്ഥാൻ. ഹവാമഹൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹവാമഹൽ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം ജയ്പൂർ. രാജസ്ഥാനിലെ ഏറ്റവും വലിയ ഒട്ടകമേള ഏതാണ്? രാജസ്ഥാനിലെ ഏറ്റവും വലിയ ഒട്ടകമേള ഏതാണ്? ഉത്തരം പുഷ്കർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം ഏതാണ്? ഉത്തരം ഫരദ്പൂർ ഖാന. ആരവല്ലി പർവ്വതനിരയിലെ ജൈനമത തീർത്ഥാടന കേന്ദ്രം ഏതാണ്? ആരവല്ലി പർവ്വതനിരയിലെ ജൈനമത തീർത്ഥാടന കേന്ദ്രം. ഉത്തരം മൗണ്ട് അബുവിലെ. പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏത്? പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏത്? ഉത്തരം രാജസ്ഥാൻ. ഗുൽമാർഗ് സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഗുൽമാർഗ് സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം ജമ്മു കാശ്മീർ. ലാറ്റിൽ ലാസ എന്നറിയപ്പെടുന്നത് എന്ത്? ലാറ്റിൽ ലാസ എന്നറിയപ്പെടുന്നത് എന്ത്? ഉത്തരം ധർമ്മശാല. ജ്വാലാമുഖി തീർത്ഥാടന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ജ്വാലാമുഖി തീർത്ഥാടന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഹിമാചൽ പ്രദേശ്. ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന സ്ഥലം ഏത്? ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന സ്ഥലം ഏതാണ്? ഉത്തരം ചിനി താലൂക്ക്. ഹിമാചൽ പ്രദേശിലെ മനുഷ്യനിർമ്മിത തടാകം ഏതാണ്? ഹിമാചൽ പ്രദേശിലെ മനുഷ്യനിർമ്മിത തടാകം ഏതാണ്? ഉത്തരം ഗോവിന്ദ സാഗർ. താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് എവിടെ? താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ആഗ്ര. ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് മുഖ്യമന്ത്രി ആരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് മുഖ്യമന്ത്രി ആരാണ്? ഉത്തരം മായാവതി. അയോധ്യ സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണ്? അയോധ്യ സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? ഉത്തരം സരയൂ. നെഹ്റുവിൻ്റെ ജന്മദേശം എവിടെയാണ്? ഉത്തരം അലഹബാദ്. ഏറ്റവും കൂടുതൽ കന്നുകാലികൾ ഉള്ള സംസ്ഥാനം ഏത്? ഏറ്റവും കൂടുതൽ കന്നുകാലികൾ ഉള്ള സംസ്ഥാനം ഏതാണ്? ഉത്തരം ഉത്തർപ്രദേശ്.
ബനാറസ് ഹിന്ദു സർവകലാശാല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ബനാറസ് ഹിന്ദു സർവകലാശാല എവിടെയാണ്? ഉത്തരം ഉത്തർപ്രദേശ്. അലഹബാദ് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്ന പേര് എന്തിലാണ്? അലഹബാദ് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്ന പേര് എന്താണ്? ഉത്തരം പ്രയാഗ്. കാശി, ബനാറസ് എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന സ്ഥലം ഏത്? കാശി, ബനാറസ് എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന സ്ഥലം ഏത്? ഉത്തരം വാരണാസി. ശ്രീബുദ്ധൻ തൻ്റെ ആദ്യ പ്രഭാഷണം നടത്തിയത് എവിടെ? ശ്രീബുദ്ധൻ തൻ്റെ ആദ്യ പ്രഭാഷണം നടത്തിയത് എവിടെ? ഉത്തരം സാരാനാഥ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കവാടം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കവാടം ഏതാണ്? ഉത്തരം ബുലന്ദ് ദർവാസ. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏത്? ഉത്തരം ജിം കോർബറ്റ്. ശങ്കരാചാര്യർ വടക്ക് സ്ഥാപിച്ച മഠം ഏത്? ശങ്കരാചാര്യർ വടക്ക് സ്ഥാപിച്ച മഠം ഏത്? ഉത്തരം ജ്യോതിർമഠം. ഏറ്റവും കൂടുതൽ കണ്ടൽ വനമുള്ള സംസ്ഥാനം ഏത്? ഏറ്റവും കൂടുതൽ കണ്ടൽ വനമുള്ള സംസ്ഥാനം ഏത്? ഉത്തരം പശ്ചിമ ബംഗാൾ. ഇന്ത്യയിലെ ആധുനിക പേപ്പർ മിൽ ഏത്? ഇന്ത്യയിലെ ആധുനിക പേപ്പർ മിൽ ഏതാണ്? ഉത്തരം സെറാംപൂർ. അംബാസിഡർ കാർ നിർമ്മിക്കുന്നതിന് പ്രസിദ്ധമായ നഗരം ഏതാണ്? അംബാസിഡർ കാർ നിർമ്മിക്കുന്നതിന് പ്രസിദ്ധമായ നഗരം ഏതാണ്? ഉത്തരം കൊൽക്കത്ത. ഇന്ത്യയിൽ ആദ്യമായി വൈദ്യുതി വിതരണം നടപ്പിലാക്കിയ സ്ഥലം ഏത്? ഇന്ത്യയിൽ ആദ്യമായി വൈദ്യുതി വിതരണം നടപ്പിലാക്കിയ സ്ഥലം ഏത്? ഉത്തരം ഡാർജിലിംഗ്. ഇന്ത്യയിലെ ഏറ്റവും പഴയ മൃഗശാല ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും പഴയ മൃഗശാല ഏത്? ഉത്തരം കൽക്കത്തയിലെ മാർബിൾ പാലസ് സൂ. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെ? ഉത്തരം കൊൽക്കത്ത. ഇന്ത്യയിലെ ഏറ്റവും വലിയ തൂക്കുപാലം ഏത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ തൂക്കുപാലം ഏത്? ഉത്തരം ഹൗറ. ശ്രീരാമകൃഷ്ണ മിഷന്റെ ആസ്ഥാനം എവിടെയാണ്? ശ്രീരാമകൃഷ്ണ മിഷന്റെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ബേലൂർ മഠം. അടുത്ത ക്വസ്റ്റ്യൻ, ആരുടെ ചരമദിനമാണ് ഭീകരപ്രവർത്തന വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്? ആരുടെ ചരമദിനമാണ് ഭീകരപ്രവർത്തന വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം രാജീവ് ഗാന്ധി. ബംഗാൾ വിഭജനം റദ്ദാക്കിയ വർഷം ഏത്? ബംഗാൾ വിഭജനം റദ്ദാക്കിയ വർഷം ഏത്? ഉത്തരം 1911. സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ ആര്? സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ ആര്? ഉത്തരം സുഗതകുമാരി. മക്സസെ അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ പൗരനായ മലയാളി ആര്? മക്സസെ അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ പൗരനായ മലയാളി. ഉത്തരം വർഗീസ് കുര്യൻ. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ വ്യക്തി ആരാണ്?
തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ വ്യക്തി ആര്? ഉത്തരം വിക്ടോറിയ രാജ്ഞി. ബുദ്ധിമാനായ വിഡ്ഢി എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആര്? ബുദ്ധിമാനായ വിഡ്ഢി എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആര്? ഉത്തരം മുഹമ്മദ് ബിൻ തുഗ്ലക്. പോർച്ചുഗീസ് ഭാഷ സംസാരിക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതലുള്ള രാജ്യം ഏത്? ഉത്തരം ബ്രസീൽ. ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആര്? ഉത്തരം അഭിനവ് ബിന്ദ്ര. ജവഹർ റോസ്ഗർ യോജന ആരംഭിച്ചത് ആര്? ജവഹർ റോസ്ഗർ യോജന ആരംഭിച്ചത് ആരാണ്? ഉത്തരം രാജീവ് ഗാന്ധി. അടുത്ത ക്വസ്റ്റ്യൻ, ബോക്സർ കലാപം ഏത് രാജ്യത്താണ് നടക്കുന്നത്? ബോക്സർ കലാപം ഏത് രാജ്യത്താണ് നടക്കുന്നത്? ഉത്തരം ചൈന. അടുത്ത ക്വസ്റ്റ്യൻ, പൂജ്യം കണ്ടുപിടിച്ച രാജ്യം ഏത്? പൂജ്യം കണ്ടുപിടിച്ച രാജ്യം ഏതാണ്? ഉത്തരം ഇന്ത്യ. അടുത്ത ക്വസ്റ്റ്യൻ, പശ്ചിമഘട്ട സംരക്ഷണത്തിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് നിയോഗിച്ച സമിതി ഏതാണ്? ഉത്തരം മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, ശുക്രൻ്റെ അന്തരീക്ഷത്തിൽ ഭൂരിഭാഗവും ഏത് വാതകമാണ് ഉള്ളത്? ശുക്രൻ്റെ അന്തരീക്ഷത്തിൽ ഭൂരിഭാഗവും ഏത് വാതകമാണ്? ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ വോട്ടിംഗ് പ്രായം 18 വയസ്സായി കുറച്ച ഭരണഘടന ഭേദഗതി ഏത്? ഇന്ത്യയിൽ വോട്ടിംഗ് പ്രായം 18 വയസ്സായി കുറച്ച ഭേദഗതി ഉത്തരം 61-ാം ഭേദഗതി. അടുത്ത ക്വസ്റ്റ്യൻ, ഫാൽക്കെ അവാർഡ് ഏത് വിഭാഗത്തിനാണ് കൊടുക്കുന്നത്? ഫാൽക്കെ അവാർഡ് ഏത് വിഭാഗത്തിനാണ് കൊടുക്കുന്നത്? ഉത്തരം സിനിമ. പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആര്? പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ഉത്തരം ഐസക് ന്യൂട്ടൺ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശ തത്വങ്ങൾ ഉൾപ്പെടുത്തുന്നതിന് പ്രചോദനമായ ഭരണഘടന ഏത് രാജ്യത്തിൻ്റേതാണ്? ഉത്തരം അയർലൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ലോക നാളികേര ദിനം എന്നാണ്? ലോക നാളികേര ദിനം എന്നാണ്? ഉത്തരം സെപ്റ്റംബർ 2. അടുത്ത ക്വസ്റ്റ്യൻ, ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ ഏറ്റുമുട്ടിയത് ആരൊക്കെയാണ്? ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ ഏറ്റുമുട്ടിയത് ആരൊക്കെ? ഉത്തരം ബാബർ ഇബ്രാഹിം ലോധി. അടുത്ത ക്വസ്റ്റ്യൻ, സുന്ദർലാൽ ബഹുഗുണ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? സുന്ദർലാൽ ബഹുഗുണ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ചിപ്കോ പ്രസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ, ചുവന്ന രക്താണുക്കൾ അരിവാൾ രൂപത്തിൽ കാണപ്പെടുന്ന ജനിതക രോഗം ഏതാണ്? ചുവന്ന രക്താണുക്കൾ അരിവാൾ രൂപത്തിൽ കാണപ്പെടുന്ന രോഗം ഏതാണ്? ഉത്തരം സിക്കിൾ സെൽ അനീമിയ. അടുത്ത ക്വസ്റ്റ്യൻ, 2014 ജനുവരി മാസം റാഞ്ചിയിൽ വെച്ച് നടന്ന 59ാമത് ദേശീയ സ്കൂൾ അത്ലറ്റിക്സ് മീറ്റ് ചാമ്പ്യൻ ആരാണ്? ഉത്തരം കേരളം. ഇന്ത്യയിൽ പൂർവ്വതീര തെക്ക് ഭാഗം അറിയപ്പെടുന്നത് എന്ത്? ഇന്ത്യയിൽ പൂർവ്വതീര തെക്ക് ഭാഗം അറിയപ്പെടുന്നത് എങ്ങനെ? ഉത്തരം കോറമാണ്ടൻ തീരം. രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം എവിടെയാണ്? രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം എവിടെയാണ്? ഉത്തരം ഹൈദരാബാദ്.
ദേശീയ കലണ്ടറായ ശാഖാവർഷത്തിലെ ആദ്യ മാസം ഏത്? ദേശീയ കലണ്ടറായ ശാഖാവർഷത്തിലെ ആദ്യ മാസം ഏത്? ഉത്തരം ചൈത്രം. 2013 ഡിസംബർ 5 മാഡിബ ലോകത്തേക്ക് വിടവാങ്ങി. ആരാണത്? 2013 ഡിസംബർ 5 മാഡിബ ലോകത്തേക്ക് വിടവാങ്ങി. ആരാണത്? ഉത്തരം നെൽസൺ മണ്ടേല. TC യോഹന്നാന് അർജുന അവാർഡ് ലഭിച്ചത് ഏത് കായിക വിഭാഗത്തിലാണ്? TC യോഹന്നാന് അർജുന അവാർഡ് ലഭിച്ചത് ഏത് കായിക വിഭാഗത്തിലാണ്? ഉത്തരം അത്ലറ്റിക്സ്. 2013 ഫിലിപ്പീൻസിൽ വൻ നാശനഷ്ടം ഉണ്ടാക്കിയ ചുഴലിക്കാറ്റ് ഏത്? ഉത്തരം ഹൈയാൻ. ധർമ്മരാജ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ ഭരണാധികാരി ആര്? ധർമ്മരാജ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ ഭരണാധികാരി. ഉത്തരം കാർത്തിക തിരുനാൾ രാമവർമ്മ. സൈനിക സഹായ വ്യവസ്ഥ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആര്? ഉത്തരം വെല്ലസ്ലി. മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സമ്മാനിക്കുന്ന ബഹുമതി ഏതാണ്? മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സമ്മാനിക്കുന്ന ബഹുമതി. ഉത്തരം സ്വരാജ് ട്രോഫി. ക്ലോറോ ഫ്ലൂറോ കാർബൺ ഉൽപ്പാദനം കുറയ്ക്കുന്നതിനുള്ള തീരുമാനം ഏത് അന്താരാഷ്ട്ര സമ്മേളനം ആണ് കൈക്കൊണ്ടത്? ഉത്തരം മോൺട്രിയൽ പ്രോട്ടോകോൾ. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ വിശ്വനാഥൻ ആനന്ദിനെ പരാജയപ്പെടുത്തി കിരീടം നേടിയത് ആര്? ഉത്തരം മാഗ്നസ് കാൾസൺ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? ഉത്തരം ശാസ്താംകോട്ട കായൽ. ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857 മെയ് മാസത്തിൽ ആരംഭിച്ച സ്ഥലം ഏതാണ്? ഉത്തരം മീററ്റ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉപ്പുജല തടാകം ആയ ചിൽക്ക ഏത് സംസ്ഥാനത്താണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉപ്പുജല തടാകമായ ചിൽക്ക ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഒഡീഷ. റാബീസ് പ്രതിരോധ വാക്സിൻ വികസിപ്പിച്ചത് ആരാണ്? റാബീസ് പ്രതിരോധ വാക്സിൻ വികസിപ്പിച്ചത് ആര്? ഉത്തരം ലൂയിസ് പാസ്ചർ. ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം ഇന്ത്യയിൽ രൂപം കൊണ്ടത് എന്ന്? ഉത്തരം 2005. സാധാരണ ബൾബിലെ ഫിലമെൻ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? സാധാരണ ബൾബിലെ ഫിലമെൻ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലോഹം. ഉത്തരം ടങ്സ്റ്റൺ. ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ പുതിയ ഗവർണറായി 2013 സെപ്റ്റംബർ 4 ചുമതലയേറ്റത് ആരാണ്? ഉത്തരം രഘുറാം രാജൻ. ഇരുമ്പ് അടങ്ങിയ ഭക്ഷണപദാർത്ഥങ്ങൾ കഴിക്കുന്നതിലൂടെ തടയുന്ന രോഗം ഏതാണ്? ഉത്തരം അനീമിയ. ഇന്ത്യയുടെ പ്രഥമ ചൊവ്വ ദൗത്യമായ മംഗൾയാൻ വിക്ഷേപിക്കാൻ ഉപയോഗിച്ചത് എന്ത്? ഉത്തരം PSLV C-25. പ്രപഞ്ചഘടനയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏത്? പ്രപഞ്ചഘടനയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏത്? ഉത്തരം കോസ്മോളജി. നാഗാലാൻഡിൻ്റെ തലസ്ഥാനം ഏത്? നാഗാലാൻഡിൻ്റെ തലസ്ഥാനം ഏത്? ഉത്തരം കൊഹിമ.
കഥകളിയുടെ വളർച്ചയ്ക്കായി രൂപം കൊണ്ട സ്ഥാപനം ഏത്? കഥകളിയുടെ വളർച്ചയ്ക്കായി രൂപം കൊണ്ട സ്ഥാപനം ഏത്? ഉത്തരം കേരള കലാമണ്ഡലം. സ്ത്രീ സുരക്ഷാ നിയമ പരിഷ്കരണത്തിനായി 2012 കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ഏത്? ഉത്തരം ജസ്റ്റിസ് വർമ്മ കമ്മിറ്റി. കേരളത്തിൽ ആദ്യമായി ഡയസ് നോൺ നിയമം കൊണ്ടുവന്ന മുഖ്യമന്ത്രി ആര്? കേരളത്തിൽ ആദ്യമായി ഡയസ് നോൺ നിയമം കൊണ്ടുവന്ന മുഖ്യമന്ത്രി ആര്? ഉത്തരം സി അച്യുതമേനോൻ. BCG കുത്തിവയ്പ്പ് കുട്ടികളിൽ ഏത് രോഗം തടയാനാണ്? BCG കുത്തിവയ്പ്പ് കുട്ടികളിൽ ഏത് രോഗം തടയാനാണ്? ഉത്തരം ക്ഷയം. വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏത്? ഉത്തരം പൂർണ്ണ ആന്തര പ്രതിഫലനം. 1999 ഏപ്രിൽ 1 ആരംഭിച്ച സമഗ്ര ഗ്രാമീണ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ഏതാണ്? ഉത്തരം സ്വർണ്ണ ജയന്തി ഗ്രാം റോസ്ഗാർ യോജന. മൈ കൺട്രി മൈ ലൈഫ് എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം LK അദ്വാനി. ചേരിചേരാ രാഷ്ട്രങ്ങളുടെ പ്രഥമ ഉച്ചകോടി നടന്നത് എവിടെ വച്ചാണ്? ഉത്തരം ബെൽഗ്രേഡ്. UN രക്ഷാസമിതിയിലെ സ്ഥിരം അംഗമല്ലാത്ത രാജ്യം ഏത്? ഉത്തരം ജപ്പാൻ. അവാമി ലീഗ് ഏത് രാജ്യത്തിലെ രാഷ്ട്രീയ പാർട്ടിയാണ്? അവാമി ലീഗ് ഏത് രാജ്യത്തിലെ രാഷ്ട്രീയ പാർട്ടിയാണ്? ഉത്തരം ബംഗ്ലാദേശ്. ഭരതനാട്യം ഏത് സംസ്ഥാനത്തിൻ്റെ തനത് നൃത്തരൂപമാണ്? ഭരതനാട്യം ഏത് സംസ്ഥാനത്തിൻ്റെ തനത് നൃത്തരൂപമാണ്? ഉത്തരം തമിഴ്നാട്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് ഏതാണ്? ഉത്തരം അഗസ്ത്യാർകൂടം. പഴശ്ശിരാജ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പഴശ്ശിരാജ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം കോഴിക്കോട്. കുമ്മാട്ടി എന്ന മലയാള ചലച്ചിത്രം സംവിധാനം ചെയ്തത് ആരാണ്? കുമ്മാട്ടി എന്ന മലയാള ചലച്ചിത്രം സംവിധാനം ചെയ്തത് ആരാണ്? ഉത്തരം G. അരവിന്ദൻ. ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരായിരുന്നു? ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരായിരുന്നു? ഉത്തരം സുകുമാർ സെൻ. കാലാവസ്ഥാ വ്യതിയാനത്തെ സംബന്ധിച്ച് പഠിക്കുന്നതിന് നിയോഗിച്ചിരുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ഏത്? ഉത്തരം R.K. പച്ചൗരി. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി ആര്? ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി ആര്? ഉത്തരം കാനിങ് പ്രഭു. ആദ്യ വയലാർ അവാർഡ് ജേതാവ് ആരാണ്? ആദ്യ വയലാർ അവാർഡ് ജേതാവ് ആര്? ഉത്തരം ലളിതാംബിക അന്തർജനം. കേരളത്തിലെ സ്കോട്ട് എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര്? കേരളത്തിലെ സ്കോട്ട് എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര്? ഉത്തരം C.V. രാമൻപിള്ള.
കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുള്ള ആടുജീവിതം എന്ന നോവലിൻ്റെ രചയിതാവ് ആര്? ആടുജീവിതം എന്ന നോവലിൻ്റെ രചയിതാവ് ആര്? ഉത്തരം ബെന്യാമിൻ. ബാരൺ വീടിൻ്റെ സവിശേഷത എന്താണ്? ബാരൺ വീടിൻ്റെ സവിശേഷത എന്ത്? ഉത്തരം ഇന്ത്യയിലെ സജീവ അഗ്നിപർവ്വതം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം മുംബൈ. ഇന്ത്യൻ വിപണിയിലെ നാനോ കാർ നിർമ്മാതാവ് ആരാണ്? ഇന്ത്യൻ വിപണിയിലെ നാനോ കാർ നിർമ്മാതാവ് ആര്? ഉത്തരം ടാറ്റ. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ചന്ദ്രൻ എന്നറിയപ്പെടുന്നത് ഏത്? സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ചന്ദ്രൻ എന്നറിയപ്പെടുന്നത്? ഉത്തരം ഗാനിമീഡ്. വന്ദേ മാതരം ഇന്ത്യയുടെ ദേശീയ ഗീതമായി അംഗീകരിച്ച വർഷം ഏത്? വന്ദേ മാതരം ഇന്ത്യയുടെ ദേശീയ ഗീതമായി അംഗീകരിച്ച വർഷം ഏതാണ്? ഉത്തരം 1950. കൂടുകൂട്ടി മുട്ടയിടുന്ന ഒരേ ഒരു പാമ്പ് ഏതാണ്? കൂടുകൂട്ടി മുട്ടയിടുന്ന ഒരേ ഒരു പാമ്പ് ഏതാണ്? ഉത്തരം രാജവെമ്പാല. ബറാക് ഒബാമ ഇന്ത്യ സന്ദർശിച്ച എത്രാമത്തെ അമേരിക്കൻ പ്രസിഡൻ്റാണ്? ബറാക് ഒബാമ ഇന്ത്യ സന്ദർശിച്ച എത്രാമത്തെ അമേരിക്കൻ പ്രസിഡൻ്റാണ്? ഉത്തരം 6. ലോകത്തിൽ ഏറ്റവും അധികം സംസാരിക്കപ്പെടുന്ന ഭാഷ ഏതാണ്? ലോകത്തിൽ ഏറ്റവും അധികം സംസാരിക്കുന്ന ഭാഷ ഏതാണ്? ഉത്തരം മാൻഡറിൻ. കാലാവസ്ഥാ പ്രവചനം, സമുദ്ര നിരീക്ഷണം എന്നിവയ്ക്കായി 2009 ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? ഉത്തരം ഓഷ്യൻ സാറ്റ് 2. സുനാമി ദുരന്തം നടന്ന ദിവസം ഏത്? സുനാമി ദുരന്തം നടന്ന ദിവസം ഏത്? ഉത്തരം 2004 ഡിസംബർ 26. ഇന്ത്യൻ മിസൈൽ പദ്ധതിയുടെ പ്രൊജക്ട് അഡ്വൈസർ ആയി സ്ഥാനമേറ്റ ആദ്യ വനിത ആരാണ്? ഉത്തരം ടെസ്സി തോമസ്. കൂറുമാറ്റത്തിനുള്ള അയോഗ്യതാ വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഭരണഘടനാ ഷെഡ്യൂൾ? ഉത്തരം 10. യൂറോപ്യൻ രാജ്യങ്ങളിലെ പൊതുനാണയം ഏതാണ്? യൂറോപ്യൻ രാജ്യങ്ങളിലെ പൊതുനാണയം ഏത്? ഉത്തരം യൂറോ. BT വഴുതന വിത്ത് വികസിപ്പിച്ചെടുത്ത ബഹുരാഷ്ട്ര കമ്പനി ഏത്? BT വഴുതന വിത്ത് വികസിപ്പിച്ചെടുത്ത ബഹുരാഷ്ട്ര കമ്പനി? ഉത്തരം മൊൺസാൻഡോ. മുല്ലപ്പെരിയാർ തർക്ക പരിഹാരത്തിനുള്ള 5 അംഗ സമിതി ചെയർമാൻ ആര്? മുല്ലപ്പെരിയാർ തർക്ക പരിഹാരത്തിനുള്ള 5 അംഗ സമിതി ചെയർമാൻ ആരാണ്? ഉത്തരം ജസ്റ്റിസ് AS ആനന്ദ്. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി? ഉത്തരം വയനാട്. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എന്നാണ്? വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എന്ന്? ഉത്തരം 2010 ഏപ്രിൽ 1. ബഹിരാകാശത്ത് ജീവൻ്റെ അംശമുണ്ടോ എന്നതിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏത്? ബഹിരാകാശത്ത് ജീവൻ്റെ അംശമുണ്ടോ എന്ന് പഠിക്കുന്ന ശാസ്ത്രശാഖ? ഉത്തരം എക്സോബയോളജി. ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം? ഉത്തരം രാജസ്ഥാൻ.
11ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിടുന്ന വളർച്ചാ നിരക്ക് എന്ത്? 9%. ഇന്ത്യൻ ഭരണഘടനയിൽ വിദ്യാഭ്യാസം ഉൾപ്പെടുന്ന ലിസ്റ്റ് ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയിൽ വിദ്യാഭ്യാസം ഉൾപ്പെടുന്ന ലിസ്റ്റ് ഏത്? ഉത്തരം കൺകറന്റ് ലിസ്റ്റ്. സസ്യങ്ങൾക്ക് വികാരമുണ്ടെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ആര്? സസ്യങ്ങൾക്ക് വികാരമുണ്ടെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ഉത്തരം ജെ.സി. ബോസ്. ഓസോൺ കവചം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ഓസോൺ കവചം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏത്? ഉത്തരം സ്ട്രാറ്റോസ്ഫിയർ. അന്റാർട്ടിക്കയിലെ ആദ്യ ഇന്ത്യൻ ഗവേഷണ കേന്ദ്രം ഏത്? അന്റാർട്ടിക്കയിലെ ആദ്യ ഇന്ത്യൻ ഗവേഷണ കേന്ദ്രം ഏത്? ഉത്തരം ദക്ഷിൺ ഗംഗോത്രി. ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് 2011 അധികാരഭ്രഷ്ടനായ ഈജിപ്ഷ്യൻ ഭരണാധികാരി ആര്? ഉത്തരം ഹോസ്നി മുബാറക്. ബ്രഹ്മോസ് മിസൈൽ ഏത് രാജ്യങ്ങളുടെ സംയുക്ത സംരക്ഷണമാണ്? ബ്രഹ്മോസ് മിസൈൽ ഏത് രാജ്യങ്ങളുടെ സംയുക്ത സംരക്ഷണമാണ്? ഉത്തരം ഇന്ത്യ, റഷ്യ. ഭോപ്പാൽ ദുരന്തവുമായി ബന്ധപ്പെട്ട വിദേശി ആര്? ഭോപ്പാൽ ദുരന്തവുമായി ബന്ധപ്പെട്ട വിദേശി ആരാണ്? ഉത്തരം വാറൻ ആൻഡേഴ്സൺ. 2G സ്പെക്ട്രം ഇടപാടിനെക്കുറിച്ച് അന്വേഷിക്കുന്ന JPC അധ്യക്ഷൻ ആര്? ഉത്തരം PC ചാക്കോ. കേരളത്തിലെ നിർദ്ദിഷ്ട സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ പാട്ടക്കരാറിൽ ഒപ്പുവെച്ച ടീകോം CEO ആര്? ഉത്തരം അബ്ദുൾ ലത്തീഫ് അൽ മുള്ള. ആഗോള താപനത്തെ പ്രതിരോധിക്കുക എന്ന സന്ദേശവുമായി എവറസ്റ്റിൽ മന്ത്രിസഭ യോഗം ചേർന്ന രാജ്യം ഏത്? ഉത്തരം നേപ്പാൾ. ഇന്ത്യയുമായി കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? ഉത്തരം ബംഗ്ലാദേശ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർവൽകൃത ജില്ലാ കളക്ടറേറ്റ് ഏത്? ഉത്തരം പാലക്കാട്. ബോർലോഗ് അവാർഡ് നൽകപ്പെടുന്ന മേഖല ഏതാണ്? ബോർലോഗ് അവാർഡ് നൽകപ്പെടുന്ന മേഖല ഏത്? ഉത്തരം കാർഷികം. 2008 മുംബൈ ഭീകരാക്രമണ കേസിൽ സുപ്രീം കോടതി വധശിക്ഷ ശരിവച്ച പാക് ഭീകരൻ ആര്? ഉത്തരം അജ്മൽ കസബ്. 2022 കേരളത്തിലെ മുഖ്യമന്ത്രിയായി തുടരുന്ന വ്യക്തി ആര്? ഉത്തരം പിണറായി വിജയൻ. ഇന്ത്യയിൽ ആദ്യമായി ക്ലാസിക്കൽ പദവി ലഭിച്ച ഭാഷ ഏത്? ഇന്ത്യയിൽ ആദ്യമായി ക്ലാസിക്കൽ പദവി ലഭിച്ച ഭാഷ ഏതാണ്? ഉത്തരം തമിഴ്.